ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ന്യൂസ് കിച്ചൺ. ഇറ്റ്സ് മീ അനീസ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കുരുമുളകിട്ട് വരട്ടിയ നല്ലൊരു ആട്ടിൻ തലേൻ്റെ റെസിപ്പിയാട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായി ആദ്യം തന്നെ എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ നമുക്ക് ആട്ടിൻ തലയാണ് വേണ്ടത്. അത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നന്നായിട്ട് തന്നെ ഉപ്പൊന്ന് തേച്ചെടുക്കാം. അപ്പോൾ ഈ മീറ്റിലൊക്കെ ഉപ്പ് തേച്ചാൽ മാത്രമേ ഈ മീറ്റിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ഗ്രേവിയിൽ മാത്രമേ ഉപ്പിൻ്റെ ടേസ്റ്റ് കിട്ടും. അതൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള പച്ചമുളകും അല്പം ചെറിയ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, അല്പം മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ, എന്നിട്ട് ഇതെല്ലാം കൂടി ഈ തലയിൽ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഉപ്പ് പരത്തിയെടുക്കുന്ന സമയത്ത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ മസാലക്കൂട്ട് തേച്ചെടുത്തതിന് ശേഷം കുക്കറിലേക്ക് വെച്ചെടുത്താലും മതി. ഇനി അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തോളൂ, കാരണം ഈ ആട്ടിൻ തലയൊക്കെ ആകുമ്പോൾ കൂടുതൽ വേവുള്ളതാണ്, അല്ലെങ്കിൽ പിന്നെ ഇത് കരിഞ്ഞു പോകും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം നന്നായിട്ട് തന്നെ മസാലയായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒരു 7-8 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഒരു പാൻ ചൂടാക്കാം. ഇനി അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ അല്പം മാത്രമേ ഗ്രേവി ചെയ്തെടുക്കുന്നുള്ളൂ. ഞാനും ഹസ്ബൻഡ് മാത്രമേ തല കഴിക്കൂ. അപ്പോൾ നിങ്ങൾ കൂടുതൽ ആൾക്കാർക്ക് സെർവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മസാലേൻ്റെ അളവ് കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ 2-3 സവാള എടുത്താൽ മതി. അപ്പോൾ നമുക്കതിൻ്റെ ഗ്രേവിൻ്റെ അളവ് കുറച്ച് കൂടുതലായി കിട്ടും. അപ്പോൾ 2 സവാള എടുക്കുമ്പോൾ അതിനനുസരിച്ച് തന്നെ മറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കുറച്ച് കൂട്ടിക്കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ടോ ചതച്ചായിട്ടോ ചേർത്തെടുക്കാം. അതേപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും അല്പം കറിവേപ്പിലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ 2 വലിയ സവാള എടുക്കുന്നുണ്ടെങ്കിൽ ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം മീറ്റ് മസാല, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇനി ഇതിൻ്റെ പച്ചമണം മാറിക്കിട്ടുന്നതിന് വേണ്ടി ഒരു 5-8 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടി കുറച്ച് മുന്നിട്ട് നിന്നാൽ അത്രയും നല്ലത്. എരിവ് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ തലയും ആട്ടിൻ തലയും കൂടിയും അതോടൊപ്പം തന്നെ ആ ഗ്രേവിയും കൂടി ചേർക്കാം. അപ്പോൾ നിങ്ങൾ ഇത് തല നന്നായിട്ട് തന്നെ കുക്ക് ആയിട്ടുണ്ടെന്ന് ഉറപ്പായതിന് ശേഷം മാത്രമേ ഈ മസാലയിലേക്ക് ചേർക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വിസിലെല്ലാം ഒന്ന് കുക്കറിൻ്റെ ലിഡെല്ലാം ഓപ്പൺ ചെയ്തിട്ട് അത് വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും വേവിച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് ആ ഗ്രേവി ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. അതോടൊപ്പം തന്നെ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സെർവ് ചെയ്യാം കേട്ടോ. നല്ല തിക്ക് ഗ്രേവിയോടിയിട്ടുള്ള നല്ലൊരു തലക്കറീൻ്റെ റെസിപ്പിയാണിത്. നല്ല കുരുമുളകിലിട്ട് വരട്ടി നല്ലൊരു റെസിപ്പി തന്നെയാണിത്. ഇത് അപ്പത്തിനോടൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്, ചപ്പാത്തി പൊറോട്ടൻ്റെ കൂടെ. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേവി വേണമെന്ന് അല്ലെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ അല്പം തേങ്ങേൻ്റെ 1/4 പാൽ, ഒരു 3/4 കപ്പോളം തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുറുക്കി എടുക്കുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 2 രീതിയിൽ സെർവ് ചെയ്യാം. ഒന്ന് തേങ്ങാപ്പാൽ ചേർത്തിട്ടും സെർവ് ചെയ്യാം, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഇല്ലാതെയും സെർവ് ചെയ്യാം. എങ്ങനെയായാലും ടേസ്റ്റ് തന്നെയാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചൂടോടുകൂടി തന്നെ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാനൊരു വറുത്തരച്ച ഒരു തലക്കറീൻ്റെ റെസിപ്പിയും കൂടി ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഗീ റൈസിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണത്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാതിരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മറ്റേതാകുമ്പോൾ നമുക്ക് തേങ്ങ വറുക്കേണ്ടൊക്കെ ഒരു പണിയുണ്ട്. ഇതാകുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. പിന്നെ പ്രത്യേകം പറയാനുള്ളത് കുരുമുളകിൻ്റെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻസൊക്കെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.